ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുര്യൻസ് കിച്ചൺ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ബേഗൺ ബർത്തയുമായിട്ടാണ്. വഴുതനങ്ങ കൊണ്ടുള്ള ഒരു കറിയാണിത്. നോർത്ത് ഇന്ത്യൻസിന് ബേഗൺ ബർത്ത എന്നാണ് പറയുന്നത്. ചപ്പാത്തിയുടെ കൂടെ ഏറ്റവും നല്ല ഒരു കറിയാണിത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബർത്ത ഉണ്ടാക്കാനായിട്ട് ഈ വലിപ്പം കൂടിയ ടൈപ്പിലെ വഴുതനങ്ങയാണ് ആവശ്യം. അത് വെയിറ്റ് ഇല്ലാത്തത് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ നമ്മൾ നന്നായിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എണ്ണ തേച്ച് വെക്കുന്നു. പിന്നെ ചെറിയ ചെറിയ ഓരോ കട്ട് നമ്മൾ അതിൽ കൊടുത്തിട്ട് അതിലേക്ക് പൊളിച്ചു വെച്ച വെളുത്തുള്ളി ഇങ്ങനെ പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റുകയാണ്. ഒരു 4-5 വെളുത്തുള്ളിയൊക്കെ മതിയാവും. അത് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വെന്ത് അങ്ങ് ഉടയുമ്പോൾ ഈ വഴുതനങ്ങയുടെ കൂടെ ഈ വെളുത്തുള്ളിയും അങ്ങ് വെന്തുടയും. അങ്ങനെ ഒരു 5 വെളുത്തുള്ളിയാണ് നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഇനി ഇത് നമ്മൾ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്, ചുടുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ നമ്മൾ തിരിച്ച് ഓരോ സൈഡ് മാറ്റി മാറ്റി തീയിൽ വെച്ച് കൊടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പൊട്ടുന്നതാണ് ഇതിൻ്റെ പരുവം. ഓൾമോസ്റ്റ് ഇത് വെന്ത് കഴിയാറായി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഇങ്ങനെ ഇതിൻ്റെ തൊലി നമുക്കങ്ങ് എടുത്ത് കളയണം. ചൂടോടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നല്ലപോലെ ഒരു 5 മിനിറ്റെങ്കിലും വെച്ച് തണുത്തതിന് ശേഷം വേണം. ഇങ്ങനെ നമുക്ക് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ ആ സൈഡ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബോളിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇത് മാഷ് ചെയ്തെടുക്കണം. മാഷ് ചെയ്ത് വെച്ച വഴുതനങ്ങയാണിത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് നമുക്ക് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഒരു ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ചാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അതിലേക്ക് നമുക്ക് ഒരു ടൊമാറ്റോ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തൊലിയെല്ലാം മാറിപ്പോവുമല്ലോ ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ചേർക്കുമ്പോൾ. അങ്ങനെ അത് നമുക്ക് നന്നായിട്ട് ഇതിനകത്തൊന്ന് ഇളക്കി ടൊമാറ്റോ കൂടി ഒന്ന് വേകുന്ന വരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് മല്ലിയില കൂടി മാത്രം ചേർക്കുന്നു. നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ ബേഗൺ ബർത്ത റെഡി ആയി കഴിഞ്ഞു. ഏറ്റവും നല്ല ഒരു കറിയാണ് ചപ്പാത്തിയുടെ കൂടെ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നവരെ എല്ലാവരോടും ബൈ.